അടുക്കള അരുൺകുമാർ, സർക്കാരിന്റെ നേട്ടങ്ങൾ വോട്ടാകുമെന്നുള്ള നിങ്ങളുടെ ആത്മവിശ്വാസത്തിനിടയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് 7 ചോദ്യങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അതിലൊന്ന്, ആദ്യത്തേത് വന്യജീവി ആക്രമണങ്ങളുടെ ദുരിതവുമായി ബന്ധപ്പെട്ടാണ്. ഈ അപകടകാരികളായ മൃഗങ്ങളെ കൊല്ലാൻ സംസ്ഥാനത്തിന് അധികാരമുണ്ടായിട്ടും ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം പറയുന്നു. രണ്ടാമത്തത്, SC/ST വിഭാഗങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന സഹായം കഴിഞ്ഞ 3 വർഷമായി വർദ്ധിപ്പിക്കാത്ത ഏക സംസ്ഥാനം കേരളമാണ് എന്നും SC വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ പ്ലാൻ ഫണ്ടിൽ നിന്നും 500 കോടി രൂപയും ST വിഭാഗങ്ങൾക്ക് 120 കോടി രൂപയും വെട്ടിക്കുറച്ചു എന്നുള്ള വിഷയമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിലമ്പൂർ പോലൊരു സ്ഥലത്ത് SC/ST വിഭാഗമല്ല, ആദിവാസി വിഭാഗം അവിടെ ഭൂസമരത്തിൽ തുടരുന്ന ഒരു കാലം കൂടിയാണല്ലോ. ഗ്രോവാസുവിന്റെ നേതൃത്വത്തിൽ ദിവസങ്ങളായി മാസങ്ങളായുള്ള സമരം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ പ്രതിഫലിക്കും? ഇവിടെ ഞാൻ അതിലേക്ക് വരാം. ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ അങ്ങ് പറഞ്ഞത് ലീഗിന്റെ പ്രതിനിധി ഇവിടെ ഉണ്ടല്ലോ, ലീഗിന്റെ പ്രതിനിധി പറഞ്ഞോളും ആ ചോദ്യത്തിനെന്നാണ്. എൻ്റെ ചോദ്യം, ജമാഅത്തെ ഇസ്ലാമി ഒരു മതരാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണോ എന്ന കാര്യത്തിൽ ലീഗ് ഇപ്പോൾ മറുപടി പറയുമോ എന്നതാണ്. അദ്ദേഹം പറഞ്ഞത് നിരുപാധിക പിന്തുണ കിട്ടി, നിരുപാധിക പിന്തുണയൊക്കെ കിട്ടിയെന്നും പിന്തുണ സ്വീകരിച്ചു എന്നും മനസ്സിലായി. പക്ഷേ ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് താങ്കൾ അഭിപ്രായം പറഞ്ഞിട്ടില്ല, ഒരു ലീഗും അഭിപ്രായം പറഞ്ഞിട്ടില്ല. അത് ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിലനിൽക്കുകയാണ്. പിന്നെ ഇവിടെ 7 ചോദ്യങ്ങളൊക്കെ ചോദിച്ചല്ലോ. ആ 7 ചോദ്യങ്ങളിൽ ഒരു ചോദ്യത്തിന് പോലും ഉത്തരത്തിന് അർഹതയില്ല. കാരണം ഇതൊക്കെ ഉത്തരം നേരത്തെ തന്നെ പൊതുസമൂഹത്തിലുള്ളതാണ്. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി വന്നു. പ്രിയങ്ക ഗാന്ധി വരുമ്പോഴും ആ ചൂരൽമല മുണ്ടക്കൈയിൽ പുനരധിവാസ പാക്കേജ് നടപ്പാക്കുന്നുണ്ട്. കേന്ദ്രം 1 രൂപ പോലും തന്നിട്ടില്ല. ഒരു MP ആണല്ലോ വയനാട്ടിലെ MP. ആ MP ഫണ്ടിൽ നിന്നൊരു നയാ പൈസ ഈ പ്രിയങ്ക ഗാന്ധി അവിടെ രാജ്യം കണ്ട ഏറ്റവും വലിയ 3ാമത്തെ പ്രകൃതി ദുരന്തത്തിലേക്ക് ഒരു 10 പൈസ ഞാൻ തരുന്നു എന്ന് പറഞ്ഞു കൊടുത്തോ? ഇല്ലല്ലോ. വന്യജീവി സംഘർഷത്തിന്റെ ചോദ്യം ചോദിച്ചല്ലോ. ആ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പ്രിയങ്ക ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു പ്രമേയം കൊണ്ടുവരികയോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? പിന്നെ അങ്ങ് ചോദിച്ചല്ലോ, അങ്ങ് പ്രഖ്യാപിച്ച് കൊല്ലാമല്ലോ, അതിനൊക്കെ നിയമപ്രകാരമുള്ള മാനദണ്ഡപ്രകാരമേ പോകാവൂ. ഒരു 6 അംഗ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി ശുപ്രജീവിയായിട്ട് പ്രഖ്യാപിച്ച് മയക്കുവെടി വെച്ച് പിടിക്കാമോ എന്നൊക്കെ നോക്കിയിട്ടാണ്. പിന്നെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ ചോദിച്ചല്ലോ. അവിടെ മുത്തങ്ങയിൽ വെടിവെപ്പ് നടന്നതും അവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരെ ക്രൂരമായിട്ട് വേട്ടയാടിയതുമെല്ലാം UDFന്റെ ഭരണകാലത്താണ്. അവർക്ക് ഭൂമി കൊടുത്തതും അവരെ പുനരധിവസിപ്പിച്ചതും അവരുടെ പ്രശ്നങ്ങളെ ഓരോന്നായി അഡ്രസ് ചെയ്യുന്നതും നടക്കുന്ന ആദിവാസി ഭൂസമരം അപ്പൊ മുത്തങ്ങ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിലമ്പൂരിൽ എന്നല്ല, ഈ കേരളത്തിൽ ആകമാനം SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവരുടെയും എല്ലാ വിഷയങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പോകുന്നത്. അതിലൊന്നും ഒരു പ്രശ്നമില്ല. അവിടെ ജനങ്ങൾക്ക് ഒരു പരാതിയില്ല. കാര്യം 2 രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ അല്ല, അനുവദിച്ച ഭൂമി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റെന്തെങ്കിലും രാഷ്ട്രീയ വിഷയം ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാം. 2 രാഷ്ട്രീയ വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയതിന് ശേഷം ഉയർന്നു വന്നു. ഒന്ന്, കേരളം വിദേശ സഹായം പ്രകൃതി ദുരന്ത സമയത്ത് പോലും ആവശ്യപ്പെട്ടപ്പോൾ അത് തരാതെ ഇപ്പം മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തു. ഇവിടെ 2 പ്രതിനിധി ഉണ്ടല്ലോ, BJP പ്രതിനിധിയോ കോൺഗ്രസ് UDF പ്രതിനിധിയോ അല്ലെങ്കിൽ UDFന്റെ നേതാക്കന്മാരോ ഒരക്ഷരം ഉരിയാടിയോ? അങ്ങ് ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഈ പ്രളയകാലത്ത് ദുരന്തത്തിൽ അനുഭവപ്പെട്ടവരുടെ കടം എഴുതി തള്ളാൻ സെക്ഷൻ 13 ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ഒരു വകുപ്പുണ്ടായിരുന്നു. ജൂലൈ മാസം 30-ാം തീയതിയാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും പ്രകൃതി ദുരന്തം ഉണ്ടായത്. അതിങ്ങനെ ചോദിച്ച് 8 മാസം കഴിഞ്ഞപ്പോൾ ആ കടം എഴുതിത്തള്ളാൻ പറ്റാഞ്ഞിട്ട് ആ വകുപ്പ് എടുത്ത് കളഞ്ഞിരിക്കുകയാണ് കേന്ദ്രത്തിലെ BJP സർക്കാർ. BJP അതിൽ മിണ്ടില്ല. താങ്കൾ ചോദിച്ചു, മിണ്ടിയില്ല. പക്ഷെ കോൺഗ്രസ് ഒരഭിപ്രായം ആ വിഷയത്തിൽ പറഞ്ഞോ? പ്രകൃതി ദുരന്തത്തിൽ അനുഭവപ്പെട്ടവരുടെ പോലും, ഇത്ര ദുരന്തം അനുഭവിക്കുന്നവരുടെ ഒരു കടം എഴുതി തള്ളാൻ പോലും തയ്യാറാകാത്ത തരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് നയസമീപനം സ്വീകരിക്കുമ്പോൾ അതിൽ പ്രതിഷേധിച്ചൊരു വാക്ക് പറയാൻ പോലും UDF തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം കൃത്യമായി ഇവിടെ ചർച്ചാ വിഷയമാണ്. ഓരോ വീടാന്തരം കയറിയിറങ്ങി തന്നെ ഈ രാഷ്ട്രീയ വിഷയമാണ് ചർച്ച. ആ രാഷ്ട്രീയ വിഷയത്തിൽ ജനങ്ങൾ ആൻസർ ചെയ്യും. ആൻസർ ചെയ്യുമ്പോൾ ഏറ്റവും ഉജ്ജ്വലമായി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് വരും. ഈ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മറ്റു പല വിവാദങ്ങളിലേക്ക് പോകുന്നത്. ആ വിവാദങ്ങളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത് നാം കാണുകയാണ്. നാം കണ്ടു, അവരുടെ നേതാക്കന്മാർ പോലും ഏറ്റെടുക്കാത്ത തരത്തിലേക്ക് ആ വിവാദങ്ങൾ പോവുകയാണ്. ഇവിടെ വിവാദങ്ങളല്ല, ഇനിയുള്ള 3-4 ദിവസം കൂടി രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ നടക്കട്ടെ, സംവാദങ്ങൾ നടക്കട്ടെ. ഞങ്ങൾക്കും അതിനാണ് താല്പര്യം. അങ്ങനെ ആ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ആധികാരികമായിട്ടുള്ള വിജയം ഉണ്ടാകും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.